അച്ചാർ തീർന്നു. എന്നാൽ കുറച്ച് അച്ചാർ ഇടാൻ പറ്റിയ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കി മുറ്റത്തിറങ്ങി. അപ്പോഴുണ്ട് നമ്മുടെ സ്റ്റാർ പുളി എന്നെ നോക്കി ഇങ്ങോട്ട് വാ ഞാൻ റെഡി എന്ന് പറയുന്നത് പോലെ നിൽക്കുന്നു. എന്നാൽ ഇന്ന് സ്റ്റാർ പുളി അച്ചാർ തന്നെ ആവട്ടെ എന്ന് കരുതി ഏതാണ്ട് 1 കിലോയ്ക്കടുത്ത് പുളി പറിച്ചെടുത്തു. വൃത്തിയായി കഴുകി അരിഞ്ഞ് കുറച്ച് ഉപ്പും ചേർത്ത് അടച്ചു മാറ്റിവെച്ചു. മറ്റ് ജോലികൾ ഒതുങ്ങിയപ്പോൾ തിരികെ വന്ന് പറ്റിയൊരു പാത്രം അടുപ്പത്ത് വെച്ച് സ്റ്റൗ കത്തിച്ചു. അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ കുറച്ച് കടുക് പൊട്ടിച്ചു. തുടർന്ന് കഴുകി അരിഞ്ഞു വെച്ച പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവ ഇട്ടുകൊടുത്ത് നല്ല രീതിയിൽ ഇളക്കി. ഉലുവാപ്പൊടി, കായപ്പൊടി എന്നിവ ഇല്ലായിരുന്നു. അതിനാൽ കുറച്ച് ഉലുവയും കായത്തിൻ്റെ കഷ്ണങ്ങളും അതിലേക്ക് ചേർത്തിളക്കി. മൂത്ത് വന്നപ്പോൾ തീ കുറച്ച് വെച്ചതിന് ശേഷം 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്തിളക്കി. തുടർന്ന് കുറച്ച് ഈന്തപ്പഴം അതിലേക്ക് ചേർത്ത്. ഈന്തപ്പഴം ഉണ്ടെങ്കിൽ മതി. സാധാരണ ഈന്തപ്പഴ അച്ചാറുകൾ കിട്ടാൻ നല്ല ടേസ്റ്റാണ്. അതിനുശേഷം അരിഞ്ഞു വെച്ചിരുന്ന പുളി ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുത്തു. തുടർന്ന് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വിനീഗറും ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തു. അച്ചാർ റെഡി. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, തീർച്ചയായും ഇഷ്ടപ്പെടും. ഇനി വീട്ടുമുറ്റത്ത് ഇതുപോലെ സ്റ്റാർ പുളി ഇല്ലാത്തവർ ഒന്ന് വാങ്ങി വയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കാപിടിച്ചു തുടങ്ങിയ തൈകൾ മേഫ്ലവർ നഴ്സറി തുറയിൽ കുന്നിൽ ലഭ്യമാണ്. ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യൂ. താങ്ക് യു.